ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തുടങ്ങി ലെബനനിൽ എത്തിനിൽക്കുന്ന യുദ്ധം. ഇസ്രായേലിലെ ഗോലാൻ കുന്നുകളിൽ ഇറാഖ് ഡ്രോൺ ബോംബുകൾ നിക്ഷേപിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് പിന്തുണയറിയിച്ച യുഎസും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് സംഘർഷം നാൾക്കുനാൾ വർദ്ധിച്ച് മിഡിൽ ഈസ്റ്റിനെ ആകമൊത്തം അസ്വസ്ഥതയിലാഴ്ത്തുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ ആഴ്ച കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഹിസ്ബുള്ളയുടെ സീനിയർ മോസ്റ്റ് കമാൻഡർ അലി കരക്കി ഇസ്രായേലിൽ ആക്രമണം നടത്താൻ ഹമാസ് അയച്ച മഹ്മൂദ് എന്നീ ഭീകരരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. സാധാരണക്കാരായ ലബനീസ് ജനതയെ മറയാക്കി ഭീകരപ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് ഇസ്രായേൽ പലതവണ ആവർത്തിച്ചിട്ടും നിരായുധരായ മനുഷ്യരെ ബലിയാടാക്കുന്ന രീതിയാണ് ഹിസ്ബുള്ള ഇപ്പോഴും തുടരുന്നത്. The IDF has warned you to get out of harm's way. I urge you, take this warning seriously. Don't let Hezbollah endanger your lives and the lives of your loved ones. ഞങ്ങളുടെ യുദ്ധം പാലസ്തീൻ ജനതയോടല്ല, ഹിസ്ബുള്ള തീവ്രവാദികളോടാണെന്ന് നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞിട്ടും ജനങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യുകയാണ് ഹിസ്ബുള്ള. ലെബനനിലെ ഗ്രാമവാസികളുടെ സ്വീകരണ മുറികളിലും സ്റ്റോർ റൂമുകളിലും വരെ ഹിസ്ബുള്ളയുടെ മിസൈലുകളും റോക്കറ്റുകളും സൂക്ഷിക്കുന്ന അവസ്ഥയാണുള്ളത്. ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ലെബനനിലെ ജനങ്ങളിപ്പോൾ. രക്തപുതിയന്മാരായ ഹിസ്ബുള്ളയും ഹമാസും ഇനി എത്ര നാൾ ഉണ്ടാകുമെന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നീക്കങ്ങൾ. വളരെ കിറുകൃത്യവും പറഞ്ഞ വാക്കിൽ നിന്ന് അശേഷം വ്യതിചലിക്കാത്ത നിലപാടുകളുടെ രാഷ്ട്രീയമാണ് സുശക്തമായ ഇസ്രായേൽ രാഷ്ട്രത്തിന് പറയുവാനുള്ളത്. വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച ഹിസ്ബുള്ള ഭീകരവാദികളെ പേജർ വോക്കി ടോക്കി ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഉന്നം പിഴയ്ക്കാതെ ഒന്നൊന്നായി ഇല്ലാതാക്കി. യുദ്ധത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന ഡാനിയൽ ഹഗാരിയുടെ വാക്കുകൾ അക്ഷരം പ്രതി തെറ്റാതെ യഹ്യ സിൻവറിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന വാർത്തകളാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടെ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെയും കൊലപ്പെടുത്തിയത് ഇസ്രായേലിന്റെ ബുദ്ധിയാണെന്നും ന്യൂസുകൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ നസ്രത്തിലും സമീപ പ്രദേശത്തും നടത്തിയ ഭീകരാക്രമണം ഇസ്രായേൽ പൗരന്മാരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെയും വേദനിപ്പിച്ചിരുന്നു. പ്രതീക്ഷിക്കാതെ എത്തിയ റോക്കറ്റ് വർഷത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിൽ സംഭവിച്ചത്. എന്നാൽ അധികം താമസിച്ചില്ല ഇസ്രായേൽ റോക്കറ്റുകൾ ലെബനന് മുകളിൽ തീമഴ വർഷിക്കാൻ. പാഞ്ഞെടുക്കുന്ന റോക്കറ്റുകളിൽ നിന്ന് ഓടിയകലാൻ ലെബനൻ പൗരന്മാർക്ക് ഇന്നലെ രാവിലെ മുതൽ ഇസ്രായേൽ നിർദ്ദേശം കൊടുത്തിരുന്നു. സാധാരണ ജനങ്ങളെ മറയാക്കി ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ലെബനൻ എന്ന രാജ്യത്തെ തള്ളിവിടുന്നത് അതിദാരിദ്ര്യത്തിലേക്കാണ്. വർഷം 800 മില്യണിലധികം ഫണ്ടിംഗ് ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിട്ടും 2024 വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ അനുസരിച്ച് ലെബനനിലെ 80% ജനങ്ങളും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ഒരു തീവ്രവാദ സംഘടന ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ താറുമാറാക്കുന്നു എന്നതിന് തെളിവാണ് ലെബനൻ. ഇത്രയൊക്കെ ആയിരുന്നിട്ടും മുസ്ലിം മതത്തെ മറയാക്കി ഹിസ്ബുള്ളയും ഹമാസും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു തരത്തിൽ മനുഷ്യരെ ജീവനോടെ കശാപ്പ് ചെയ്യുന്ന യഹ്യ സിൻവറിനെ പോലുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കൂട്ടർ ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന രാജ്യങ്ങളുടെ സ്ഥിതി വെറുതെയെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് ഇസ്രായേലിനെ നടുക്കിയ ഭീകരാക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു വർഷം തികയാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ. പറഞ്ഞാൽ അക്ഷരം തെറ്റാതെ നടപ്പിലാക്കുന്ന കരുത്തുറ്റ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നതിന് ആർക്കും സംശയമില്ല. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗമായ മൊസാദ് കൂടി ചേരുമ്പോൾ കരുത്ത് 100 ഇരട്ടിയാകും. മൊബൈൽ ഫോൺ ഉപയോഗം വേണ്ടാന്ന് വെച്ച് പേജർ സംവിധാനം സ്വീകരിച്ചവർ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. അടിസ്ഥാന ആശയവിനിമയ സംവിധാനവും നിലച്ചതോടെ ഹമാസിനൊപ്പം കുഴിയിൽ എടുത്തു ചാടിയതിനെ ഓർത്ത് ഹിസ്ബുള്ള വിലപിക്കുന്നുണ്ടാകും. തെക്കൻ ഇസ്രായേലിൽ നടത്തിയ സ്ഫോടന പരമ്പര വടക്കൻ ഇസ്രായേലിൽ പദ്ധതിയിട്ടപ്പോഴേ ഹിസ്ബുള്ള കമാൻഡറെ അടക്കം അവർ ഒളിച്ചിരുന്ന തുരങ്കത്തിലെത്തി ഇസ്രായേൽ കീഴടക്കി. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ വകവരുത്തിയത്
ഇസ്രായേൽ ആണെന്ന ആരോപണം ഇറാനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുകൂടി വൈകാതെ ഒരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി, ഇറാൻ, ഇറാഖ്, സിറിയ എന്നീ തീവ്രവാദ സഖ്യങ്ങൾ ഉൾപ്പെടുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റന്റിന്റെ ലക്ഷ്യം തന്നെ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്നാകുമ്പോൾ അതിനുള്ള കരുക്കൾ കൂടി ഇസ്രായേൽ നീക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ.